ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ പോരാട്ടം എന്ന പ്രധാനപ്പെട്ടതായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് 8ാമത്തെ പാഠമാണ്. സമാഗമന കൂടാരത്തിൽ നിന്നുള്ള വെളിച്ചം എന്നുള്ള ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 പാസ്റ്റർമാർ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ VM ജോസഫ് സർ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ വളരെ സ്നേഹപൂർവ്വം ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തു. താങ്ക് യു. അതുപോലെ പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും ഇന്നത്തെ ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി. ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായ ഒരു പ്രധാന ഇതിവൃത്തമാണ് സമാഗമന കൂടാരം. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തത് തന്നെ സമാഗമന കൂടാരത്തിലൂടെയാണ്. അപ്പോൾ സമാഗമന കൂടാരം ദൈവത്തിൽ നിന്നുള്ളതായ അറിവിൻ്റെ ഒരു വെളിച്ചം, ദൈവ പദ്ധതിയുടെ ഒരു പ്രകാശനമാണ് എന്ന് ഇന്നത്തെ പാഠത്തിലൂടെ നാം പഠിക്കുവാൻ തക്കോണം പോവുകയാണ്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളാണ്. നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്. പാസ്റ്റർ ബിനോയ്, വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം നാം 25-ാം അധ്യായമൊക്കെ വരുന്നതായ സമയത്ത് ഒരു സമാഗമന കൂടാരത്തെക്കുറിച്ച് ദൈവം മോശയോട് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതുന്നതായ സമയത്തും 8-ാം അധ്യായത്തിൽ അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങളിലുമൊക്കെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതായ കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ടും കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ 2 സമാഗമന കൂടാരങ്ങൾ, അതിലുള്ളതായ വ്യത്യാസങ്ങൾ, എന്തുകൊണ്ടാണ് ഈ 2 സമാഗമന കൂടാരങ്ങളും മനുഷ്യൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടതാണെന്നും അതിന് സമാനതകൾ ഉണ്ട് എന്നും നാം പറയുന്നത്? തീർച്ചയായിട്ടും കർത്താവായ ദൈവം മോശയോട് പറയുന്നു, ജനങ്ങളോട് പറയുന്നു, എനിക്ക് വസിക്കാൻ വേണ്ടി ഒരു മന്ദിരമുണ്ടാകണം. പുറപ്പാട് 28:6 ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഇതിനെ പണിയണം എന്നാണ് പറഞ്ഞത്. മറ്റൊരു ഭാഗത്ത് പറയുന്നത്, പർവ്വതത്തിൽ വെച്ച് ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം ഇതിനെ പണിയണമെന്നാണ്. എബ്രായർക്ക് ലേഖനം 8-ാം അധ്യായം 1 മുതൽ 6 വരെ നോക്കുമ്പോൾ, വിശുദ്ധ സ്ഥലത്തിൻ്റെയും കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഈ 2 ശുശ്രൂഷാ സ്ഥലത്തും ഒരു മഹാപുരോഹിതനുണ്ട്. ജനങ്ങളുടെ പാപം മായ്ച്ചു കളയുന്ന ഒരു ശുശ്രൂഷകൻ സ്വർഗത്തിലുമുണ്ട്, അതേപോലെ ഭൂമിയിലുമുണ്ട്. സ്വർഗത്തിലെ കൂടാരത്തിൻ്റെ മാതൃക പ്രകാരമാണ് ഭൂമിയിൽ കൂടാരം ഉണ്ടാക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ 2 നടക്കുന്ന ശുശ്രൂഷ ഒന്നാണ്. ഭൂമിയിൽ നടന്നത് അന്നത്തെ മനുഷ്യരുടെ പാപം പരിഹരിക്കാനാണ്. എന്നാൽ സ്വർഗത്തിൽ എന്നേക്കുമായി ലോകത്തെയും പാപത്തിൻ്റെ കാരണത്തെയും എന്നേക്കുമായി മാറ്റുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗം കൊണ്ട് കർത്താവ് ചെയ്യുന്ന വലിയ പൗരോഹിത്യ ശുശ്രൂഷയാണ്, മധ്യസ്ഥ ശുശ്രൂഷയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഈ 2 കൂടാരങ്ങൾ തമ്മിലുള്ള സമാനതകൾ. വേദപുസ്തകത്തിൽ മറ്റു അനേക ഭാഗങ്ങളിൽ ഈ കൂടാരവുമായി ബന്ധപ്പെട്ട് ദൈവ പദ്ധതി മനുഷ്യന് വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. പാസ്റ്റർ VM, വേദപുസ്തകത്തിൽ ദാനിയേലിൻ്റെ പ്രവചനം നാം വായിക്കുന്ന സമയത്ത് ഈ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ഒരു വലിയ പ്രവചനം അവിടെ പറയുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. 8-ാം അധ്യായം 14-ാം വാക്യം, 2300 സന്ധ്യയും ഉഷസ്സും കഴിയുവോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുത്തും. അപ്പോൾ ഈ വിശുദ്ധ മന്ദിരം എന്താണ്? ഈ വിശുദ്ധ മന്ദിരവുമായി ബന്ധപ്പെട്ട് ഈ ദാനിയേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? ദാനിയേൽ 8-ാം അധ്യായത്തിൽ പറയുന്നത് 2300 സന്ധ്യ ഉഷസ്സും തീയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പോൾ അത് കേൾക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ ഭൂമിയുടെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടും എന്നാണ്. എന്നാൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ സ്വർഗത്തിനും വിശുദ്ധ മന്ദിരം ഉണ്ട് എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. വെളിപ്പാട് 11-19 വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടവരുടെ പ്രത്യക്ഷമായി എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള
രണ്ട് കൂടാരങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൂടാരം മനുഷ്യൻ നിർമ്മിച്ചതാണ്, അത് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം മോശ നിർമ്മിച്ചതാണ്. രണ്ടാമത്തെ അത് സ്വർഗത്തിലുള്ളതിൻ്റെ പ്രതിരൂപമായിട്ട് അല്ലെങ്കിൽ പ്രതീകമായിട്ടാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. അപ്പോൾ ഇത് ഈ 2300 സന്ധ്യ ഉത്സവം ദൈവം കൊണ്ട് തന്നെ പിന്നെ വിശ്രമത്തിൽ യഥാസ്ഥാനപ്പെടും എന്നുള്ള ആ ചിന്താഗതി അല്ലെങ്കിൽ ആ പ്രവചനം അത് നിറവേറുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ നിലകേണ്ട അത് നമ്മൾ ഇതിൻ്റെ ബാക്കി വരുമ്പോൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ ചെയ്യുന്ന ആ ശുശ്രൂഷയെക്കുറിച്ചും അത് ഈ ആ കൂടാര ശുശ്രൂഷയെക്കുറിച്ച് ഇത് രണ്ടും പറയുന്നു. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ സ്വർഗത്തുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ പ്രതീകമായിട്ടുള്ളതാണ് ഈ ഭൂമിയിൽ ദൈവം കാണിച്ചത് എന്നാണ് തിരുവനന്തപുരം മോശ മുഖാന്തരം നൽകിയത്. ദൈവം മോശയ്ക്ക് നൽകിയതായ സമാഗമന കൂടാരത്തിൻ്റെ മാതൃക സ്വർഗീയ സമാഗമന കൂടാരത്തിൻ്റെ ഒറിജിനലിൽ നിന്നാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, നാം നേരത്തെ പറഞ്ഞതുപോലെ ദാനിയേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ അതിൻ്റെ യഥാസ്ഥാനപ്പെടുത്തൽ, അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് എന്നാണ് നാം പിന്നീട് വേദപുസ്തകത്തിൽ ദാനിയേലിൻ്റെ പ്രവചനം 9-ാം അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? എന്തുകൊണ്ടാണ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്? യഥാർത്ഥത്തിൽ സ്വർഗത്തിലുള്ള സമാഗമന കൂടാരത്തിന് യഥാർത്ഥ കൂടാരം എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അത് ട്രൂ ടാബർനാക്കിൾ എന്ന് പറയുന്നുണ്ട്. അത് പുതിയ നിയമത്തിൻ്റെ കൂടാരം എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമാകുക. 1844 2300 സന്ധ്യ ഉഷസ് എന്ന ദീർഘകാല പ്രവചനത്തിൻ്റെ അവസാനമായിട്ട് നമ്മൾ കാണുന്നത്. അവിടെയാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതായത് എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷാപദ്ധതിയെ ഇതിലൂടെ മുൻകൂട്ടി കാണിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരിക്കലായിട്ടുള്ള യാഗത്താൽ എല്ലാവർക്കും പാപവിമോചനമുണ്ട്. അത് വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവായ യേശുക്രിസ്തു രക്ഷകൻ മാത്രമല്ല പുരോഹിതൻ കൂടിയാണ്. യേശു മനുഷ്യരിലുള്ള പാപത്തിൻ്റെ കുറ്റം മാറ്റുകയാണ്, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥ ശുശ്രൂഷയാണ് 1844. അതായത് വിശുദ്ധ സ്ഥലത്ത് നിന്നും അതിവിശുദ്ധ സ്ഥലത്ത് യാഗത്തിൻ്റെ കൂടാര ശുശ്രൂഷയിൽ പുരോഹിതൻ അതിനെ കൊണ്ടുവന്ന് കൃപാസനത്തിലും തളിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. എന്നിട്ട് ആ പാപത്തെ മാറ്റിവെച്ച ഒരു പ്രത്യേക ആടിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അതിനെ എന്നേക്കുമായി അയക്കുന്നു മഹാപാപ പരിഹാര ദിവസം. ഈ മഹാപാപ പരിഹാര ദിവസത്തിൻ്റെ പ്രതീകമാണ് സ്വർഗത്തിൽ അന്ന് സംഭവിക്കുന്നത്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരാം. ഞങ്ങളോടൊപ്പമായി. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോസഫ്, 1844 സമാഗമന കൂടാര ശുശ്രൂഷയുടെ അതിപ്രധാനമായ ഒരു ശുശ്രൂഷ ആരംഭിക്കും എന്ന നിഗമനം എങ്ങനെയാണ് ഈ വേദപുസ്തകം പഠിച്ചവർക്ക് ലഭിക്കുവാനിടയായത്? 1844, അതായത് 2300 സന്ധ്യ ഉത്സവം അവസാനിക്കുന്നതോടെ ഭൂമിയിലെ കൂടാരം നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭൂമിയിലെ കൂടാരം മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ഉണ്ടാക്കിയതാണ് എന്ന് നാം ആദ്യം കണ്ടു കഴിഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടെ അതിൻ്റെ സാങ്കത്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ആവശ്യം ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് 2300 സന്ധ്യ ഉത്സവം തികയുന്ന സമയത്ത് പിന്നെ ഒരു വിശ്വമന്ദിരം ഇല്ലാത്ത അവസ്ഥയായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. അതുപോലെ ഭൂമിയിലെ ശുശ്രൂഷ സ്വർഗത്തിലെ പ്രതീകമായിരുന്നു. ഈ ഭൂമിയിൽ ദൈവം കാണിച്ചത് പ്രതീകമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പാപത്തിൻ്റെ ഫലമായി മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ഈ ശുശ്രൂഷ സ്ഥാപിക്കപ്പെട്ടത് എന്ന് നാം ഇവിടെ കാണുന്നു. അപ്പോൾ യെരുശലേം ദൈവാലയത്തിൽ നടന്നിരുന്ന ശുശ്രൂഷയും ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യെരുശലേമിനെ പുതുക്കിപ്പണിയതിനുള്ള ഒരു കൽപ്പന പുറപ്പെട്ടായിട്ട് തിരുവനന്തപുരം പഠിക്കുന്നുണ്ട്. അപ്പോൾ അർത്ഥശ്രേഷ്ഠ രാജാവ് BC 457 ആ കൽപ്പന പുറപ്പെടുവിച്ചു. അതിനെ തുടർന്നാണ് ഈ സമാഗമന കൂടാര 2300 സന്ധ്യ ഉത്സവം തികയും എന്നുള്ളതിൻ്റെ പിന്നെ വിശ്വമന്ദിര യഥാസ്ഥാനം എന്നുള്ള ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ 1844 ആകുമ്പോൾ ആ ശുശ്രൂഷ യഥാർത്ഥത്തിൽ അത് അവസാനിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ഒരു പ്രത്യേക ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് 70 ആഴ്ചവട്ടമാണ്. ആ 70 ആഴ്ചവട്ടം ആരംഭിക്കുന്നത് 457 BC-യിലാണ്. അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു 7 ആഴ്ചവട്ടം, അത് 7 ആഴ്ചവട്ടം ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒരു ദിവസത്തിൻ്റെ ഒരു വർഷമാണ്. അപ്പം 442 വർഷം. അത് ആദ്യത്തെ ഘട്ടം.
രണ്ടാമത് വരുന്നത് പിന്നെ 69 ആഴ്ചവട്ടമാണുള്ളത്. ഈ 69 ആഴ്ചവട്ടത്തിൽ 483 വർഷമാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കി വരുമ്പോൾ പിന്നെ ശേഷിക്കുന്നത് ഒരാഴ്ചവട്ടമാണ്. ഒരാഴ്ചവട്ടം. ആ ഒരാഴ്ചവട്ടത്തിൽ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനം, അത് AD 27 സംഭവിച്ചു. പിന്നെ ആഴ്ചവട്ടത്തിന് മധ്യ അഭിഷേകത്തിന് ഛേദിക്കപ്പെടണം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഇത് നടക്കണം. അത് ഇതിനിടയ്ക്ക് ആ 3.5 വർഷത്തിനുള്ളിൽ അത് നടന്നു. പിന്നെ ഇസ്രായേൽ ജനത്തിന് ശേഷിക്കുന്നത് അവരുടെ കാലഘട്ടത്തിന് ശേഷിക്കുമ്പോൾ 3.5 വർഷമാണ്. ആ 3.5 വർഷത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് 1810 എത്തും. അപ്പോൾ 1810 കഴിഞ്ഞ് 1810 ഈ 34 ചേരുമ്പോൾ 1844 അതോടെ ആ കാലഘട്ടം അവസാനിച്ചു. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാസ്റ്റർ ബിനോയ്, ഈ 1844 എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടതായ ഒരു വർഷമായിട്ട് വേദപുസ്തക പ്രവചനത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഇത് പാപപരിഹാര ദിവസവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇസ്രായേലിൻ്റെ സമാഗമന കൂടാരത്തിൽ എല്ലാ ദിവസവും യാഗം നടക്കും. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപം മാറ്റുന്നതിനെയാണ്. എന്നാൽ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, മഹാപാപ പരിഹാര ദിവസം, ഹിബ്രുവിൽ യോം കിപ്പൂർ അങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 ആടിനെ തിരഞ്ഞെടുക്കണം. ഒന്ന് കർത്താവിൻ്റെ ആടും ഒന്ന് അസസ്സേലിനുള്ള ആടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കർത്താവിനുള്ള ആടിനെ അറുത്ത ശേഷം അതിൻ്റെ രക്തം കൃപാസനത്തിലും അവിടെയുള്ള യാഗപീഠത്തിലും മഹാപുരോഹിതൻ കൊണ്ടുപോയി തളിക്കണം. ഈ സമയത്ത് ഇസ്രായേൽ ജനത്തിന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. അവരെല്ലാവരും കൂടാരത്തിലേക്ക് വരണം, എല്ലാവരും ആത്മതപനം ചെയ്യണം, എല്ലാവരും അവരുടെ പാപങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം. ഈ സന്ദർഭത്തിൽ ഇങ്ങനെ മഹാപുരോഹിതൻ ഈ ആളുകളുടെ പാപമെല്ലാം കൃപാസനത്തിലൊക്കെ കൊണ്ട് തളിച്ച ശേഷം ഈ അസസ്സേലിന് വേണ്ടി തിരഞ്ഞെടുത്ത ആടിനെ കൊണ്ടുവരികയും ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവൻ പാപവും ഈ ആടിൻ്റെ തലയിലേക്ക് മാറ്റുകയും ചെയ്യും. എന്നിട്ട് ഈ ആടിനെ എന്നേക്കുമായി മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കും. ഇത് സാത്താനെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും കാരണഭൂതനായ സാത്താനിലേക്ക് എല്ലാ കുറ്റവും ചുമത്തിയ ശേഷം പാപത്തെയും പാപത്തിൻ്റെ കാരണത്തെയും എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന കാര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് 1840 ശേഷം ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധ സ്ഥലത്ത് നിന്നും കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ മന്ദിരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയി. ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ വേർതിരിക്കപ്പെട്ട ഈ ജനത്തിന് വേണ്ടിയിട്ടുള്ള രക്ഷയും സാത്താനുള്ള പണിഷ്മെൻറ്റും കൊടുക്കുന്നതാണ് ഈ സന്ദർഭത്തിൻ്റെ അർത്ഥം. പാസ്റ്റർ ജോസഫ്, ഈ പുരാതന ഇസ്രായേലിൽ യാഗകർമാദികൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ യാഗകർമാദികളും കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് കാണിച്ചത്. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ പാപയാഗമായി തീർന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തു ഒരിക്കലായി അർപ്പിക്കപ്പെട്ടവനാണ് കർത്താവായിരിക്കുന്നത്. യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി അവന് പാപത്തിൻ്റെ പരിഹാരത്തിന് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പോൾ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട ആ കർത്താവിൻ്റെ രക്തത്താൽ, പുണ്യാഹ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് നൽകി. അപ്പോൾ കർത്താവ് തൻ്റെ സ്വന്തം രക്തം ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്തു. അപ്പോൾ യെരുശലേം ഭൂമിയിലെ സമാഗമന കൂടാരത്തിൽ നടന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് മൃഗയാഗത്തായിരുന്നു, മൃഗത്തിൻ്റെ രക്തത്താലായിരുന്നു. എന്നാൽ അത് കർത്താവിനെ ചൂണ്ടിക്കാണിച്ചു. കർത്താവ് AD 34 ക്രൂശീകരിക്കപ്പെട്ടപ്പോൾ ആ ശുശ്രൂഷയിൽ നമുക്ക് ലഭിച്ചത് എന്നേക്കുമായ പാപപരിഹാരമാണ്. അവൻ്റെ അടുക്കൽ പത്രോസിൻ്റെ 1-ാം ലേഖനം 9-ാം വാക്യം പറയുന്നത്, 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമെങ്കിൽ അവൻ നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളുടെ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തങ്ങളുടെ വിശ്വസനും നീതിമാനുമാകുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ രക്തം താൽ നമുക്ക് വീണ്ടെടുപ്പ് ഉണ്ട് എന്നാണ് തിരുവനന്തപുരം പഠിക്കുന്നത്. അങ്ങനെ നമുക്കത് അവകാശമാക്കുവാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ മാത്രമാണ് മനുഷ്യരാശിക്ക് രക്ഷ ലഭിച്ചിരുന്നത്. അത് യാഗാദി കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലായിരുന്നാലും യാഗാദി കർമ്മങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് ശേഷമുള്ളതായ കാലഘട്ടത്തിലായിരുന്നാലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ മാത്രമാണ് ലോകത്തിലുള്ളതായ സകല മനുഷ്യർക്കും രക്ഷ നൽകുന്നത്. പാസ്റ്റർ ബിനോയ്, ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായം 9-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-7 വാക്യങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-7 എന്ന് പറയുന്നത് ത്രിവിധ ദൂതുകളുടെ ആദ്യത്തെ ദൂതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ്. എങ്ങനെയാണ് ദാനിയേലുമായി ഇത് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? ആ വാക്യം പറയുന്നത്, സകല ഗോത്രത്തെയും ഭാഷയോടും വംശത്തോടും അറിയിക്കാൻ എൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ട്. ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു.
ന്യായവിധി തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ദാനിയേൽ 7:9 മുതൽ 10 വരെ ന്യായവിസ്താര സഭയിരുന്നു. വയോധികനായ ഒരുത്തൻ അവിടെ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതാണ്. അതായത് ന്യായാധിപനായ ദൈവത്തിൻ്റെ ആ കാര്യങ്ങൾ അവിടെ പറയുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടും ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ദാനിയേലിന് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പുറത്ത് നടക്കുന്ന സംഭവം. ദാനിയേലിൻ്റെ വെളിപ്പാടിൽ ഇത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ബൈബിൾ പറയുന്നത് എല്ലാ പ്രവൃത്തികളും, എല്ലാ രഹസ്യങ്ങളും, നന്മയായാലും തിന്മയായാലും എല്ലാം കർത്താവായ യേശുക്രിസ്തു ന്യായവിസ്താര സഭയ്ക്ക് മുന്നിൽ കൊണ്ടുവരും. ഒരു വാക്യം പറയുന്നത്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പോലും നമ്മൾ ന്യായവിസ്താര സഭയ്ക്ക് മുന്നിൽ ഉത്തരം പറയണമെന്നുള്ളതാണ്. ഇരുട്ടിൻ്റെ മറവിൽ വെച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് വെളിച്ചത്തിൽ കൊണ്ടുവരും എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ന്യായവിധി വന്നിരിക്കുന്നു എന്നാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ന്യായവിസ്താര സഭ, സ്വർഗീയത്തെ കോടതി എങ്ങനെ ഇരിക്കുമെന്നുള്ള വിവരണമാണ് നൽകുന്നത്. രണ്ടും ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നുള്ളതായ ന്യായവിധിയുടെ ചില വെളിപ്പെടുത്തലുകളാണ് വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. അവസാനം ഒരു ന്യായവിധി ഉണ്ട്, സകല മനുഷ്യരും ആ ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടതാണ് എന്നുള്ളതായ ഓർമ്മപ്പെടുത്തലും ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായി കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ്, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് ദാനിയേലിൻ്റെ പുസ്തകം നാം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം പരിശോധിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വൻ വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ വിവരിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ വൻ വിവാദ പശ്ചാത്തലത്തിൽ നിയമവും സുവിശേഷവും തമ്മിൽ എങ്ങനെയാണ് ഒരു അഭേദ്യമായ ബന്ധം കാണിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 6-ാം അധ്യായം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ മക്കളുടെ ജീവാൻ ഇരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് കൊടുത്ത ആ തിരുവചനങ്ങൾ അത് മനുഷ്യ ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഹൃദയത്തിലാണ് എഴുതപ്പെടേണ്ടത്. അതനുസരിച്ചാണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകം 19-ാം വാക്യത്തിൽ പറയുന്നത്, സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടവും ആലയത്തിൽ പ്രത്യക്ഷമായി എന്ന് നാം വായിക്കുന്നു. അതുപോലെ 119-ാം സങ്കീർത്തനത്തിലും 89-ാം സങ്കീർത്തനത്തിലും 111-ാം സങ്കീർത്തനത്തിലൊക്കെ പറയുന്നത്, നിൻ്റെ നിയമങ്ങൾ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. ആ സ്ഥിരമായ ആ നിയമങ്ങൾ തന്നെയാണ് ഈ ഭൂമിയിലേക്ക് നൽകിയത്. അപ്പോൾ അത് സുവിശേഷത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. കർത്താവിൻ്റെ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എൻ്റെ കൽപ്പന പ്രമാണിക്കുമെങ്കിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച പ്രകാരം നിങ്ങൾ ജീവിക്കുമെങ്കിൽ, ഞാൻ പിതാവ് ഇതിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് തന്നെ അതനുസരിച്ച് ജീവിച്ചവനാണ്, എന്നിട്ട് നമുക്കത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷങ്ങളുടെ കർത്താവ് പറയുന്നതും ഇത് തന്നെയാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പാസ്റ്റർ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചാണ് വാസ്തവത്തിൽ നാം ഈ എപ്പിസോഡിൽ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തു മഹാപുരോഹിതനായി നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ളതായ വസ്തുതാപരമായ കാര്യങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിച്ചു. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതൻ ആയതുകൊണ്ട് നമുക്കുള്ളതായ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ രക്ഷ, ശക്തി, അവൻ്റെ രാജ്യം, ക്രിസ്തുവിൻ്റെ ആധിപത്യം, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ ഒരു ശുശ്രൂഷയിലാണ്. രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാചിനെ എന്നേക്കുമായി തെളിയിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ രക്തം കാരണം, അവൻ്റെ സാക്ഷ്യവചനം കാരണം നമുക്ക് ഈ ശുശ്രൂഷയുടെ അവസാനത്തിൽ ആരാണ് ശിക്ഷാവിധി കിട്ടുന്ന ആൾ, ആരാണ് രക്ഷിക്കപ്പെടുന്ന ആൾ എന്ന് വ്യക്തമായി ധാരണയുണ്ടാകുന്ന, വിധി കൽപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ്. വിധി അവിടെ എഴുതി വയ്ക്കും സ്വർഗത്തിലെ പുസ്തകങ്ങൾ പരിശോധിച്ച ശേഷം. ഈ സമയത്ത് കർത്താവായ യേശുക്രിസ്തു പിതാവിനോട് നമുക്ക് വേണ്ടി വാദിക്കുന്ന ശുശ്രൂഷയാണ്. ഇപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്തു, ഇല്ല, ഇവൻ എന്നോട് മാപ്പ് ചോദിച്ചു, ഞാൻ അവനോട് ക്ഷമിച്ചു കളഞ്ഞു, ഇനി ഇവനെ ശിക്ഷിക്കേണ്ടതില്ല എന്ന് കർത്താവ് പറഞ്ഞ് നമ്മളെ കുറ്റവിമുക്തരാക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും ഒരു മുന്നറിയിപ്പിൻ്റെ അവസരം കൂടിയാണ് ഇത് നൽകുന്നത്. തീരുമാനമെടുക്കാനുള്ള അവസരം കൂടിയാണ് ഇത് നൽകുന്നത്. 10 കന്യകമാരുടെ ഉപമയിൽ അതാണ് പറയുന്നത്. ഈ ഒരു ശുശ്രൂഷയുടെ അവസാനത്തിൽ
അല്ലെങ്കിൽ സ്വർഗത്തിൽ ഈ ഒരു ന്യായവിധി തുടങ്ങി 1844 തുടങ്ങി അത് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത്, ആരാണ് രക്ഷിക്കേണ്ടതെന്ന് സ്വർഗം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും. ആ തീരുമാനം കഴിയുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടും. കൃപയുടെ കാലം അവസാനിപ്പിക്കും. കൃപയുടെ വാതിൽ എന്നേക്കുമായി അടയും. അതുകൊണ്ട് അതിനു മുമ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ആഹ്വാനം കൂടിയാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചുള്ള വിളംബരം, ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. പാസ്റ്റർ, ഈ ത്രിവിധ ദൂതുകളുടെ ഒരു പ്രധാന ഭാഗമാണ് ന്യായവിധി വന്നിരിക്കുന്നു എന്നുള്ളതായ ഒരു ആഹ്വാനം. അപ്പോൾ ഈ രക്ഷയുടെ പദ്ധതിയിൽ ഈ ന്യായവിധി അനിവാര്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വേദോസം പഠിപ്പിക്കുന്നത് പാപം ചെയ്യുന്ന ദേഹം മരിക്കും എന്നാണ്. അതുപോലെ പൗലോസ് പറയുന്നുണ്ട്, നാം എല്ലാവരും ന്യായസ്ഥാനത്തിന് മുമ്പായി നിൽക്കേണ്ടി വരും. ഇപ്പോൾ പാസ്റ്റർ വിനയ് സൂചിപ്പിച്ച പോലെ വയോധികനായ ഒരുവനിരുന്നു, ദൈവത്തിന് സ്നേഹം പുസ്തകങ്ങൾ തുറന്നു. ആ പുസ്തകങ്ങളിൽ ന്യായവിധിക്ക് അനുയോജ്യരായവർ ആരൊക്കെയാണ് എന്ന് അവരുടെ പേരുകളെല്ലാം അവിടെ വ്യക്തമായിട്ട് വരും. അപ്പോൾ അതോടുകൂടി തന്നെ ഓരോരുത്തൻ ചെയ്തത് നന്മയാകലും തിന്മയാകലും അതിന് തക്കോണം പ്രാപിക്കേണ്ടി വരും എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ വിധത്തിൽ നാം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് രക്ഷയ്ക്ക് യോഗ്യരായത്, അല്ലാത്തവരാരും അതിൽ ശിക്ഷയ്ക്ക് യോഗ്യരായവരെന്ന് അവരൊരു വേർതിരിവ് അവിടെ ഉണ്ടാകും. അപ്പോൾ ആ വിധത്തിൽ കർത്താവ് തൻ്റെ ന്യായവിധി പ്രഖ്യാപിക്കും എന്നാണ് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പാസ്റ്റർ ബിനോയ്, ഈ ന്യായവിധി എന്ന് പറയുന്നത് ഇപ്പോൾ സകല മനുഷ്യരും ആത്മീയരാണെങ്കിലും ലൗകികരാണെങ്കിലും ഈ ലോകപരമായിട്ടുള്ളതായ ന്യായവിധി തന്നെ ഭയപ്പെടുന്നവരാണ്. അത് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നതിലുപരി ഈ വിധിയുടെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് തന്നെ വളരെ വേദനാജനകമാണ്. എന്നാൽ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുന്നതായ ദൈവമക്കൾക്ക് ഈ ന്യായവിധിയെക്കുറിച്ച് ഭയപ്പെടേണ്ടതായ കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു അവരുടെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങി അവർക്ക് പകരമായി ഒരിക്കലായി യാഗമായി തീർന്നതുകൊണ്ട് ഇനി കർത്താവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചോളം ഈ ന്യായവിധി ഭയപ്പെടുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. ഇനി കർത്താവായ യേശു ക്രിസ്തു ഈ ഒരു ന്യായവിധി കഴിഞ്ഞ ശേഷം രണ്ടാമത് ഭൂമിയിലേക്ക് വരുന്നത് പാപം എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനല്ല, പാപത്തിന് കാരണമായവരെയും പാപത്തിൻ്റെ കാരണത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കാനാണ്. എബ്രായർക്ക് ലേഖനം 6:19-20 പറയുന്നത് പ്രത്യാശ, നമ്മുടെ പ്രത്യാശയ്ക്ക് ആത്മാവിൻ്റെ നങ്കൂരമായി നിശ്ചയമായി സ്ഥിരമായി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായി നമുക്കുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കാതെ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. യാതൊരു തടസ്സവും കൂടാതെ തക്ക സമയത്ത് കൃപയും കരുണയും ലഭിക്കാൻ അവൻ്റെ കൃപാസനത്തിലേക്ക് വരിക എന്നുള്ള ക്ഷണമാണ് എല്ലാവർക്കുമായി കർത്താവ് കൊടുക്കുന്നത്. ആ ക്ഷണം സ്വീകരിക്കുന്ന എല്ലാവർക്കും ഈ ന്യായവിധിയെ ഭയപ്പെടേണ്ടതില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുരക്ഷിതത്വം, സംരക്ഷണം, നമ്മുടെ പാപം അവൻ ഏറ്റെടുത്ത് മറന്നു കളയുന്ന, ക്ഷമിച്ച് കളയുന്ന ആ വലിയൊരു ശുശ്രൂഷ കൂടിയാണ്. അതുകൊണ്ട് ന്യായവിധി ഭയപ്പെടുത്തുന്നതല്ല വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിൽ നിന്ന് മനുഷ്യർക്ക് ലഭിക്കുന്നതായ ആ വെളിച്ചം എന്ന് പറയുന്നത് വാസ്തവമായും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വെളിച്ചമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആരെയും ഭയപ്പെടുത്തുന്നതിനോ ദൈവം ആരെയും കുറ്റം വിധിച്ച് നശിപ്പിക്കുന്നതിനോ നോക്കിയിരിക്കുന്നതായ ഒരു ന്യായാധിപനല്ല, മറിച്ച് പാപികളായ നമ്മെ എങ്ങനെ രക്ഷയിലേക്ക് നയിക്കാം, എങ്ങനെ രക്ഷ അവർക്ക് നിത്യമായി നൽകാം എന്ന് നോക്കിയിരിക്കുന്നതായ കരുണയുള്ളവനായ ഒരു ദൈവമാണ്. തീർച്ചയായും നമ്മുടെ പ്രേക്ഷകരും ഈ ഒരു ആശയം ഉൾക്കൊണ്ട് കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ പാസ്റ്റർ ബിനോയ്ക്കും പാസ്റ്റർ VM ജോസഫിനും ദൈവനാമത്തിൽ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വേഗം വരുന്നവനാകുന്നു. ആ കർത്താവ് വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രവൃത്തിയെയും നമ്മുടെ ജീവിതത്തെയും പരിശോധിച്ച് തക്കതായ പ്രതിഫലവുമായിട്ടാണ് അവൻ വരുന്നത്. ആ വരുന്ന സമയത്ത് നമ്മെ ന്യായം വിധിക്കുന്നതിനല്ല, മറിച്ച് ക്രിസ്തുവിലായവരെ ദൈവരാജ്യത്തിൽ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. ആയതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ന്യായവിധിയെ ഭയപ്പെടാതെ അവൻ്റെ വഴികളിൽ നടക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.